ട്രാഫിക് പ്രയാസമായിരുന്നു, കുറെ സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് എന്റെ കാരണം അദ്ദേഹം തന്നെ പറയാണ്, ഈ സർക്കാർ കാശ് കൊടുത്തിട്ട് ആളുകളെല്ലാം സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വഴിയിൽ ഇറങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനിത് തമാശയായിട്ട് പറഞ്ഞതല്ല, നിങ്ങൾ റോഡിലിറങ്ങി നോക്ക്, കേരളം മുഴുവൻ റോഡിലാണ്. ആവശ്യത്തിനുള്ള പൈസ ആളുകൾക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, പണം കൊടുത്തിട്ടുണ്ട്. വലിയ ധനപ്രതിസന്ധിയാണ് കേരളത്തിൽ. ഇപ്പോ പണം കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും പണം കൊടുത്തിട്ടുണ്ട്. സപ്ലൈകോന്റെ മാർക്കറ്റിലെല്ലാം എല്ലാ കമ്മോഡിറ്റീസും ഉണ്ട്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് നടക്കുന്നുണ്ട്. മുൻകൂട്ടി ഓണം വരുമെന്ന് 2 മാസം മുമ്പ് അറിയാലോ. അധികാരത്തിൽ വന്ന് 1 മാസം തികയുന്നതിന് മുമ്പാണ് ഞങ്ങൾ സിവിൽ സപ്ലൈസുമായിട്ട് യോഗം ചേർന്നത്. അപ്പൊ അവര് ചെയ്തു, നെൽ കർഷകർക്ക് പണം കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഓണത്തിന് മുമ്പ് പണം കൊടുത്തിരിക്കും. ഓണത്തിന് മുമ്പ് പണം കൊടുത്തു. പണം ഓണത്തിന് മുമ്പ് എല്ലാം കൊടുക്കുക. അതിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ആളുകൾക്ക് ഓണക്കാലത്ത് കൊടുക്കാവുന്ന പണം മാക്സിമം കൊടുത്തിരിക്കുക. അതെന്താ കാര്യം എന്നറിയാം, അതിനൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഈ പണം മുഴുവൻ ആളുകൾ ചെലവാക്കി കഴിയുമ്പോ അതിന്റെ GST വരും. അത് ഒരു റൗണ്ട് ചെലവാക്കി കഴിയുമ്പോ ഒരു 15 മുതൽ 18% വരെ GST വരും. ഞാൻ കരുതുന്നത് ഇപ്പോൾ ഈ സർക്കാർ കൊടുത്ത പണം ഒരു 3 മാസത്തിനുള്ളിൽ വീണ്ടും പല റൗണ്ട് കറങ്ങും. ഓരോ റൗണ്ട് കറങ്ങുമ്പോഴും ഈ 15-18% GST വരും. 3 മാസം കഴിയുമ്പോഴേക്കും ഒരു 6-7 റൗണ്ട്. അതാണ് മണി ഇൻ സർക്കുലേഷൻ ആണ്. ഇങ്ങനെ കറങ്ങി കഴിയുമ്പോഴേക്കും ഈ ഓണക്കാലത്ത് മുടക്കിയ പണം മുഴുവൻ തിരിച്ചു വരും, നികുതിയായിട്ട് തിരിച്ചു വരും. അങ്ങനെ ഇക്കോണമിയെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ ധനപരമായ തന്ത്രം. എന്താ, സർക്കാർ കാശ് കൊടുക്കുന്നു, ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട്, ആളുകൾ പോയി പർച്ചേസ് ചെയ്യുന്നു, ബിസിനസ് രസമാവുന്നു. ഇതാണ് നമ്മൾ എപ്പോഴും സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത പണം ഉണ്ടാക്കി കൊടുക്കുക. അതൊരു നല്ല പ്രതീക്ഷയാണ്. പക്ഷെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇത് ഇടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ വരുമോ? കാശെല്ലാം വാരിക്കോരി കൊടുത്തിട്ട് അങ്ങനെയില്ല. ഈ പണം തിരിച്ചു വരും. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറയാം. ഇത്രയും വലിയ ധനപ്രതിസന്ധിയുള്ള സമയത്ത് ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ടാക്സ് കൂട്ടിയില്ല. 2 ഐറ്റത്തിന്റെ ടാക്സ് കുറച്ചു. ഇന്ന് 10 ലക്ഷം രൂപ താഴെയുള്ള ഇലക്ട്രിക് വെഹിക്കിളിന്റെ 20 ലക്ഷത്തിൽ താഴെയുള്ള ഇലക്ട്രിക് വെഹിക്കിളിന്റെ ടാക്സ് അങ്ങോട്ട് കുറച്ചു. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, എന്തായി കാണിക്കുന്നത്? ഇപ്പൊ ടാക്സ് കുറയ്ക്കുകയോ ഒന്ന്? ഇപ്പൊ ബജറ്റ് വന്നിട്ട് 2 മാസമല്ലേ ആയല്ലോ. നിങ്ങളൊന്ന് മാധ്യമ പ്രവർത്തകരൊന്ന് അന്വേഷിച്ചു. കേരളത്തിലെ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ 10 ലക്ഷത്തിൽ താഴെയുള്ള വെഹിക്കിൾസിന്റെയും 20 ലക്ഷത്തിൽ താഴെയുള്ള വെഹിക്കിൾസിന്റെയും കച്ചവടം വർദ്ധിച്ചു. കേരളത്തിൽ ഈ വെഹിക്കിൾ കിട്ടാഞ്ഞിട്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്, അയൽ സംസ്ഥാനങ്ങളിലെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിച്ചു കൊണ്ടുവരുവാന്ന് ഡീലേഴ്സ് പറഞ്ഞു. അപ്പോൾ ടാക്സ് കുറച്ചത് കൊണ്ട് കഴിഞ്ഞ 2 മാസമായിട്ട് ഗവൺമെന്റിന് നഷ്ടമല്ല ഉണ്ടായത്, ഗവൺമെന്റിന് വരുമാനം കൂടി. സെയിൽ കൂടിയപ്പോ വരുമാനം കൂടി. അപ്പൊ മുഖ്യമന്ത്രിക്ക് ഈ ഇക്കണോമിക്സിൽ വലിയ താല്പര്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ താല്പര്യമുള്ള ഒരു വിഷയത്തിലേക്കും കിടക്കുകയാണ്, രാഷ്ട്രീയം. അതായത് ഇവിടെ ഒരുപാട് കോൺഗ്രസ് നേതാക്കളുണ്ട്, അവർക്കൊക്കെ അറിയാവുന്ന ഒരു സത്യമുണ്ട്. അതായത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ ശക്തമായ ഒരു ഗ്രൂപ്പിന്റെ പിന്തുണ ഇല്ലാതെ കേരളത്തിൽ ഒരാൾ കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രിയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു. എന്തുകൊണ്ടെന്നാണ് താങ്കൾ കരുതുന്നത്? 2021 പ്രതിപക്ഷ നേതാവെന്നുള്ള ചുമതല എന്നെ ദേശീയ നേതൃത്വവും കേരളത്തിലെ നേതൃത്വവും ഏൽപ്പിക്കുമ്പോൾ പരിതാപകരമായൊരു അന്തരീക്ഷമായിരുന്നു. തുടർച്ചയായ 2 ഭരണം കേരളത്തിൽ സമീപകാലത്തൊന്നും നഷ്ടപ്പെട്ടു. കോൺഗ്രസിന് 21 അംഗങ്ങൾ മാത്രമാണ് നിയമസഭയിൽ ഉണ്ടായിരുന്നത്. 67 ഏറ്റവും കുറഞ്ഞ 9 സീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ ചരിത്രത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും കുറവ് സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം 9 കഴിഞ്ഞാൽ 21. ബാക്കിയൊക്കെ സമയത്ത് 22